പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഇസ്രായേൽ മരുഭൂമിയിലൂടെ അലഞ്ഞപ്പോൾ അവിടുന്ന് തൻ്റെ ദിവ്യാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയല്ലോ. മേഘസ്തംഭമായും അഗ്നിഗോളമായി അവരോടൊപ്പം സഞ്ചരിച്ച് അവരുടെ ജീവിതയാത്രകളിൽ താങ്ങും തണലുമായി നിന്ന കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ അവിടുത്തെ കടന്നുവരവിന് വേണ്ടി, അവിടുത്തെ കരസ്പർശനത്തിന് വേണ്ടി, അവിടുത്തെ കടാക്ഷത്തിന് വേണ്ടി താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്നവർക്ക് എത്രയധികമായി ആത്മാവിന് നൽകില്ല എന്നരുളിച്ചതവനെ, നിസ്സഹായിരുന്ന ആലംബരവുമായിരുന്ന അപ്പസ്തോലന്മാരുടെ മേൽ തീനാവായി പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ ജീവിതങ്ങളെ, അവരുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളെ ആത്മപൂരിതമാക്കിയ കർത്താവെ, ആ പെന്തക്കോസ്ത് ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ സംജാതമാകട്ടെ. ആ ആത്മീയ അഭിഷേകം കർത്താവെ ഞങ്ങൾക്ക് തന്നരുളിയാലും ഈശോയെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ നിറച്ചാലും ഞങ്ങളുടെ കുടുംബങ്ങളും ഇടവകളും സമൂഹങ്ങളുമെല്ലാം ദൈവാത്മാവിൻ്റെ ചൈതന്യം തുടിക്കുന്നതായി ഭവിക്കട്ടെ. ആ ആദിമ ചൈതന്യം കടന്നു വന്ന് ഞങ്ങളുടെ സമൂഹങ്ങളിൽ അടുക്കും ചിട്ടയും ക്രമവും താളവും രൂപവും ഭാവവും ഭംഗിയും സൗന്ദര്യവുമെല്ലാം സംജാതമാക്കട്ടെ. ദൈവമേ, അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ചൈതന്യം ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശപൂർണ്ണമാക്കട്ടെ. ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളെ ദീപ്തമാക്കട്ടെ. ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാട്ടുപടി പുസ്തകം 1-ാം അധ്യായം 6 മുതൽ തിരുവചനങ്ങൾ. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലയരേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഈശോയും മിശിഹായിൽ യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ബ്രദേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, രക്ഷാകരമായ തിരുവചനമാണ് നാം ശ്രവിച്ചത്. അത്യധികം ആഹ്ലാദവും ആനന്ദവും നൽകുന്ന ദൈവവചനമാണ് നാം കേട്ടത്. അതിതാണല്ലോ, അവർ ഉന്നതങ്ങളിലേക്ക്, അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ മിശിഹ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടു. ക്രിസ്തു സിഞ്ഞോറെ എ റിസോർട്ടോ. ഹല്ലേലൂയ. അംബ്രോസ്യൻ റീത്തില് ഉയർപ്പ് തിരുനാളിൻ്റെ പാതിരാ സമയം കഴിഞ്ഞുള്ള കുർബാന തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. വലിയ പ്രദക്ഷിണമായി മദ്വഹയിലേക്ക് വൈദിക വൃന്ദം കടന്നു വന്ന് പ്രധാന ആചാര്യൻ ബലിവേദി മധ്യ നിന്നിട്ട് ഇപ്രകാരം പറയും, ക്രിസ്തു സിഞ്ഞോറെ എ റിസോർട്ടോ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് ആനന്ദിക്കാം, ആഘോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. വൈദികൻ തുടർന്ന് അൾത്താരയുടെ ഇടത്തുവശത്തേക്കും വലത്തുവശത്തേക്കും മാറി നിന്നിട്ട് ഇപ്രകാരം തന്നെ പ്രഘോഷിക്കും. ഉച്ചൈസ്തരം പറയുന്നതാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഉത്ഥാനം, ഉയർപ്പ്, ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കൽ, ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ സന്തോഷം.
ഈ സന്തോഷത്തിലാണ് മാമോദീസ നിമിഷം മുതൽ നമ്മൾ പങ്കുകാരാകുന്നത്. വിശിഷ്യ പരിശുദ്ധ കുർബാനയിലൂടെ നാം ഉൾച്ചേരുന്നത്. കുർബാന രഹസ്യം എന്ന് പറയുന്നത് ഈ ഉത്ഥാന രഹസ്യത്തിൻ്റെ ആഘോഷമാണ്. അഥവാ ഉത്ഥാന രഹസ്യത്തിൽ കേന്ദ്രീകരിച്ച പ്രാർത്ഥനകളും യാതനകളും ആരാധനയും നിറഞ്ഞു നിൽക്കുന്നതാണ്. പരിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കത് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും. ഉത്ഥാനത്തിൻ്റെ മഹനീയത വർണ്ണിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തുന്ന നിമിഷങ്ങൾ. ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം, ഇൻ ദ യൂണിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, all glory and honor is yours, Almighty Father, forever and ever. സജീവവും ജീവദായവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന ഉയർത്തുന്ന ആ നിമിഷങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഈ സമയം കൂട്ടിക്കൊണ്ടുവരാം. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിക്കൊണ്ട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ എൻ്റെ പാപം നീക്കാൻ, എൻ്റെ രോഗം നീക്കാൻ, എൻ്റെ ദുഃഖം നീക്കാൻ, എൻ്റെ ആകുലത അകറ്റാൻ, എൻ്റെ അസ്വസ്ഥത മാറ്റാൻ ഇതാ എനിക്കൊരു ദൈവം, ഇതാ എനിക്കൊരു കർത്താവ്, ഇതാ എനിക്കൊരു രക്ഷകൻ. അത് കേൾക്കുമ്പോൾ, അത് കാണുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ ഏത് ഹൃദയമാണ് തുടിക്കാത്തത്? ഏത് ആത്മാവാണ് ജ്വലിക്കാത്തത്? ഏത് കണ്ണുകളാണ് തിളങ്ങാത്തത്? അതെ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്കെന്നുമെന്നും ആനന്ദകരമാണ്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് ജീവിത സന്തോഷമാണ്, ജീവിതത്തിൻ്റെ ശാന്തിയാണ്. അതാണല്ലോ ഉത്ഥിതൻ കടന്നു വരുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കും നിങ്ങൾക്ക് സമാധാനം. ഉത്ഥിതൻ ഇറങ്ങി വരുമ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നല്ലോ അസ്വസ്ഥമായ മനസ്സുകളിൽ അവിടുന്ന് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് സമാധാനം, എൻ്റെ സമാധാനം നിങ്ങൾ സ്വീകരിക്കുവിൻ, എൻ്റെ ശാന്തി നിങ്ങൾ നുകരുവിൻ, എൻ്റെ ആനന്ദം നിങ്ങൾ സ്വായത്തമാക്കുവിൻ എന്നൊക്കെ പറയുന്ന മിശിഹായുടെ മുഖം നമുക്ക് ധ്യാനിക്കാം. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുന്നത്, കോണ്ടംപ്ലേറ്റ് ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് കോണ്ടംപ്ലേറ്റ് ഇറ്റ് വിത്ത് മേരി. ക്രിസ്തുവിൻ്റെ തിരുമുഖം ധ്യാനിക്കുക, അമ്മയോടൊപ്പം, വിശുദ്ധരോടൊപ്പം, ദൂതരോടൊപ്പം ക്രിസ്തുവിൻ്റെ തിരുമുഖം ധ്യാനിക്കുക, ഉത്ഥിതൻ്റെ തിരുമുഖം ധ്യാനിക്കുക. അവിടെ ഉത്ഥാനത്തിൻ്റെ ആനന്ദമുണ്ടാവും. അപ്പോൾ സന്യാസ സമൂഹം എന്ന് പറയുന്നത്, ക്രൈസ്തവ കുടുംബം എന്നൊക്കെ പറയുന്നത് ഉത്ഥാനത്തിൻ്റെ രഹസ്യം ഉയർത്തിപ്പിടിച്ചിട്ട് ഉത്ഥിതനെയും ഉയർത്തി നിർത്തിയിട്ട് ഉത്ഥിതൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വരാനിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തെ കണ്ടിട്ട് മുന്നോട്ട് കുതിക്കുന്ന ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, യേശു എന്ന ഏക കർത്താവിൻ്റെ ആ കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ ലോകം മുഴുവൻ ആനന്ദിച്ചു, സ്വർഗം മുഴുവൻ സന്തോഷിച്ചു, ഭൂമി മുഴുവൻ ഇതാ മഹത്വം പ്രാപിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു വ്യക്തിയുടെ പ്രവൃത്തി മൂലം പർദീസായിൽ മനുഷ്യന് ഒട്ടനവധി കോട്ടങ്ങളും തകർച്ചകളും ദുഃഖങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി. എന്നാൽ ഒരു വ്യക്തിയുടെ നേട്ടങ്ങൾ മൂലം ലോക ചരിത്രത്തിൽ എന്നേക്കുമായിട്ട് മനുഷ്യന് കൃപകളും വരങ്ങളും ദാനങ്ങളും ഒക്കെ ഒഴുകിയിറങ്ങി. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും ഓരോ അംഗങ്ങളും വിലപ്പെട്ടവരാണ്, ഓരോ ജീവിതങ്ങളും അനുഗ്രഹീതമാണ്, ഓരോ അംഗങ്ങളുടെയും പ്രവൃത്തികൾക്ക് വലിയ വിലയുണ്ട്. ഒന്നുകിൽ നന്മ മഹത്വത്തിലേക്ക് അത് നയിക്കും, അല്ലെങ്കിൽ ദുഃഖത്തിലേക്ക് അത് നയിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ 2010 വേൾഡ് കപ്പ് ഒന്ന് ആലോചിച്ചാൽ വളരെ രസകരമായ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ സംഭവിച്ചത് കാണാൻ പറ്റും. പലരുടെയും കണക്കുകൂട്ടുകൾ തെറ്റി, പലരുടെയും മനക്കോട്ടകൾ തകർന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം. അവസാനം വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരുമ്പോഴേക്കും ഹോളണ്ടും സ്പെയിനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ സമയം. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഈ കളി കാണുവാനായിട്ട് തന്നെ പോയിട്ടുണ്ട്. അവരെല്ലാം പോകുമ്പോൾ എയർപോർട്ടിൽ സൗത്ത് ആഫ്രിക്കയിൽ ചെന്നിറങ്ങുന്ന സമയങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. എത്രയോ തുള്ളിച്ചാടിയാണ് പോവുക. ഒരു ടീമിനെ ഓർത്ത്, തങ്ങളുടെ ടീമിനെ ഓർത്ത് അവർക്ക് കിട്ടും, വേൾഡ് കപ്പ് വിജയിക്കും, ഫൈനൽ അവർ വിജയിക്കും, വലിയ പ്രത്യാശയോടെ പോവുകയും ഈ ടീം കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതും കാണികൾ അതിനു ചുറ്റും വിരിക്കുന്നതും ഒക്കെ ഒരു നിമിഷം ഓർത്ത് നോക്കുകയും അവസാനം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ വേൾഡ് കപ്പ് ഫൈനലിൽ ഹോളണ്ട് സ്പെയിൻ തമ്മിലുള്ള ഈ കളിയിൽ ആദ്യ നിമിഷങ്ങളിൽ അനുവദനീയമായിരുന്ന കളി സമയത്ത്
രണ്ടു കൂട്ടരും ഗോളടിക്കുന്നില്ല. അവിടെ സംഘർഷം പെരുകുന്നുണ്ട്. വാസ്തവത്തിൽ സംഘർഷവും പ്രതിസന്ധിയൊക്കെ കൂടുന്നുണ്ട്. കണക്കുകൂട്ടലുകൾ ഒരിടത്തും എത്തുന്നില്ല. അവസാനം വീണ്ടും അവർ എക്സ്ട്രാ ടൈം എടുത്ത് കളിക്കുകയാണ്. ഈ കളിയുടെ ഇടയിലാണ് വാസ്തവത്തിൽ എന്ത് സംഭവിക്കുന്നത്? ഹോളണ്ടിലെ കളിക്കാരിൽ പ്രമുഖനായ ഒരാൾ റെഡ് കാർഡ് കണ്ട്, ചുവന്ന കാർഡ് കണ്ട് കാണിച്ച് പുറത്തേക്ക് പോവുകയാണ്. ആ പുറത്തേക്ക് പോകുന്ന രംഗം ഒത്തിരി കഥന ഭാരവുമായിട്ട് പോകുന്ന ഒരു നിമിഷമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാത്രമല്ല, വാസ്തവത്തിൽ കാണികളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാലും കാണാം അവിടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുക. ഒരു വ്യക്തിയെ പോയിട്ടുള്ളൂ, 10 പേര് കളിക്കുന്നില്ലെന്ന് ഓർക്കണം. ഒരാളെ പോയിട്ടുള്ളൂ എങ്കിലും ആ പോക്ക് ആ ടീമിനെയും ആ രാജ്യത്തെ ജനങ്ങളെ തന്നെയും, അഥവാ ആ ടീമിൻ്റെ ഫാനിനെ പോലും മൊത്തമായിട്ട് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നേരെ തിരിച്ച് നമ്മളൊന്ന് ഓർത്ത് നോക്കൂ. വീണ്ടും സ്പെയിനിൻ്റെ കളിയുടെ സമയത്ത്, ആ കളിയുടെ നിർനിമേഷമായൊരു ഘട്ടത്തിൽ ഇതാ സ്പെയിനിൻ്റെ ഒരു കളിക്കാരൻ ഇതാ ഗോളടിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു ഗോളടി. ഇതാ ഗോളടിക്കുന്നു, ഗോൾ വീഴുന്നു. അദ്ദേഹം വിസ്മയിച്ചുകൊണ്ട് അത്ഭുതത്തോടെ ആ വ്യക്തി നിൽക്കുന്നതും, ആളുകൾ തിങ്ങിക്കൂടി കളിക്കാർ മേൽ വട്ടം കൂടി വീഴുന്നതും, കൈയടിച്ചുയരുന്ന ജനക്കൂട്ടത്തെയും ഒക്കെ ഭാവനയിൽ നോർത്ത് നോക്കി. ഒരാൾ ഒരു ഗോളടിച്ചപ്പോൾ ആ ടീമും ആ രാജ്യവും അവരോട് ചേർന്ന് നിന്നവരൊക്കെ ഉല്ലസിച്ച് ആനന്ദിക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ടീമും ഒരു രാജ്യവും ദുഃഖത്തിലാഴുന്നെങ്കിൽ, ഇതാ ഒരാൾ ഗോളടിക്കുമ്പോൾ ഒരു ടീമും ഒരു രാജ്യവും മുഴുവൻ തുള്ളിച്ചാടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഓരോ വ്യക്തിയും ഒരു ടീമിലാകട്ടെ, ഒരു കുടുംബത്തിലാകട്ടെ, ഒരു സമൂഹത്തിലാകട്ടെ അതിപ്രധാനപ്പെട്ടതാണ്. ഓരോ വ്യക്തിക്കും വില കൽപ്പിക്കണം. നമ്മുടെ ദുഃഖത്തിൻ്റെയോ നമ്മുടെ സന്തോഷത്തിൻ്റെയോ കാരണം പലപ്പോഴും വ്യക്തികളാണ്. നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത് അതാണ്. വ്യക്തികൾക്ക് പ്രാധാന്യം കൽപ്പിക്കണം, വ്യക്തികൾക്ക് വില കൽപ്പിക്കണം, വ്യക്തികളെ അംഗീകരിക്കണം, അവരെ ഉയർത്തണം, അവരെ വളർത്തണം. അപ്പോൾ നമ്മുടെ ഹൃദയവും നമ്മളറിയാണ്ട് ഉയർന്നുകൊള്ളും. അപ്പോൾ നമ്മുടെ മനസ്സിലും നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ സന്തോഷം ഉണ്ടാവും. സ്പെയിനിൻ്റെ കളിക്കാരൻ ഒരു ഗോളടിച്ചപ്പോൾ ആ സ്പെയിൻ എന്ന രാജ്യത്തിലെ ആളുകൾ മുഴുവൻ ആനന്ദിക്കുകയായിരുന്നു, തുള്ളിച്ചാടുകയായിരുന്നു. എത്രയോ ആളുകളുള്ള ഒരു രാജ്യം, പക്ഷെ ഒരാളല്ലേ ഗോളടിച്ചോളൂ, തുള്ളിച്ചാടുന്ന ജനം മുഴുവനുമാണ്. ഇത് പ്രിയപ്പെട്ടവരെ, സമൂഹ ജീവിതത്തിലും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാം. കുടുംബജീവിതത്തിലും ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരാളിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, അതേസമയം തന്നെ ഒരാളിലൂടെ ഉണ്ടാകുന്ന കോട്ടങ്ങളും വലുതാണ്. അതുകൊണ്ട് വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ സമൂഹത്തിന്, കുടുംബത്തിന്, കൂട്ടായ്മകൾക്ക് കൊടുക്കുവാനുള്ള സംഭാവന വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. അവരെ ഉയർത്താൻ പറ്റണം മറ്റുള്ളവർക്ക്, അവരെ വളർത്താൻ പറ്റണം മറ്റുള്ളവർക്ക്, അവരെ സഹായിക്കാൻ പറ്റണം. ഇതാ നമ്മൾ നോക്കുകയെ, യേശു ക്രിസ്തു പരിശുദ്ധ കുർബാനയെടുത്ത് ഉയർത്തുമ്പോൾ മിശിഹ ചെയ്ത അതാണ്. ലോകത്തെ മുഴുവൻ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുകയായിരുന്നു. ലോകം മുഴുവനുമാണ് സന്തോഷിക്കുന്നത്. അത് നമ്മൾ മറക്കരുത്. യേശു തന്നെ ഉയർത്തി എന്ന് പറയുമ്പോൾ ലോകത്തെ മുഴുവൻ, അധപ്പതിച്ച ലോകത്തെ മുഴുവൻ, പാപക്കറവുണ്ട ലോകത്തെ മുഴുവൻ, തിന്മയാർന്ന ലോകത്തെ മുഴുവൻ, ദുഃഖസാഗരമായിരുന്ന ലോകത്തെ മുഴുവൻ അവിടുന്ന് എടുത്തുയർത്തുകയായിരുന്നു. എവിടേക്ക്? ദൈവസന്നിധിയിലേക്ക്. ലോകം മുഴുവൻ അപ്പോൾ ആനന്ദ നൃത്തമാടി. ഇന്നും ആ ആനന്ദം അനുഭവിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ ഇപ്രകാരം ഉയർത്താൻ പറ്റണം, വളർത്താൻ പറ്റണം, വലുതാക്കാൻ പറ്റണം. വളർത്തിയാലേ വലുതാകാൻ പറ്റൂ, ഉയർത്തിയാലേ ഉയരാൻ പറ്റൂ, അംഗീകരിച്ചാലേ അംഗീകാരം ലഭിക്കൂ. നിറച്ചളന്ന് അമൃത്തിക്കുലുക്കി കൊടുക്കുക എന്ന യേശുവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. അപ്പോൾ നമുക്ക് നിറച്ചളന്ന് അമൃത്തിക്കുലുക്കി ലഭിക്കും. പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തുമ്പോൾ ആ കുർബാന രഹസ്യത്തിൻ്റെ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? ഇതാ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതിലൂടെ ഈ നമ്മോട് ദൈവം എന്താ പറയുന്നത്? നീയും നിനക്കുമുണ്ട് ഒരു കഴുകലിൻ്റെ ശുശ്രൂഷ ലോകത്തിൽ. മറ്റുള്ളവരുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന വ്യക്തിയായി മാറുക, മറ്റുള്ളവരുടെ പാപങ്ങൾ നീക്കുന്ന വ്യക്തിയായി മാറുക, മറ്റുള്ളവരുടെ രോഗങ്ങൾ മാറ്റുന്ന വ്യക്തിയായി മാറുക. അതായത് സമൂഹത്തിൽ പാപം, തിന്മ, അന്ധകാരം ഇവയെല്ലാം തുടച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറാനാ കർത്താവ് നമ്മെ വിളിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ, ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ, സമൂഹ ജീവിതത്തിൽ നമുക്കൊരു ദൗത്യമുണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. അല്ലെങ്കിൽ കുർബാന ആചരണത്തിൽ അർത്ഥമില്ല, യേശുവിനെ കുർബാനയിൽ സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ല. പാപങ്ങൾ നീക്കിക്കളയുക,
ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുക, ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ഉപവസിക്കുക. ഈശോ ചോദിച്ചില്ലേ, 1 മണിക്കൂർ എന്നോടൊപ്പം മക്കളെ നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? 1 മണിക്കൂർ എന്നോടൊപ്പം ഗെത്സമനിൽ ഇരുന്നുകൂടെ? 1 മണിക്കൂർ, ഏതാനും മണിക്കൂറുകൾ എന്നോടൊപ്പം കുരിശിൽ കിടന്നുകൂടെ? ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ എന്നോടൊന്ന് സഹകരിച്ചുകൂടെ? ഈ ലോകത്തെ രക്ഷിക്കുവാൻ എന്നോടൊന്ന് പങ്കുചേർന്നുകൂടെ? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരല്ലേ? നിങ്ങൾ എൻ്റെ മക്കളല്ലേ? നിങ്ങൾ എൻ്റെ സ്നേഹിതരല്ലേ? നിങ്ങൾ എൻ്റെ സഹോദരങ്ങളല്ലേ? പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സിസ്റ്റേഴ്സ്, നമുക്കോർക്കാം, ഇത് നമ്മുടെ വിളിയാണ്. നാം കർത്താവിൻ്റെ ശരീരം എടുത്ത് ഉയർത്തിയിട്ട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു എന്ന് പറയുമ്പോൾ പരമാർത്ഥത്തിൽ ഉയർത്തപ്പെടേണ്ടത് നമ്മളെ കൂടിയാണ്. ലോകത്തോട് നമ്മൾ പരമാർത്ഥത്തിൽ പ്രഖ്യാപിക്കുന്നതാണ്, ഞാൻ ഇവിടെ ആയിരിക്കുന്നത്, ഈ സന്യാസ ഭവനത്തിലായിരിക്കുന്നത്, ഈ സമൂഹത്തിലായിരിക്കുന്നത്, ഈ പ്രദേശത്തായിരിക്കുന്നത് നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മാത്രം പാപത്തിനല്ല, നിങ്ങളുടെ പാപത്തിന് വേണ്ടി. അപ്പോൾ മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരായി, ദൈവത്തിൻ്റെ പുത്രിമാരായി തീരുവാനുള്ള വിളിയും നിയോഗവും. അങ്ങനെ നാം ചെയ്യുമ്പോഴോ, ഞാൻ ഓർത്ത് നോക്കുകയും, ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്നതോട് പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ അങ്ങനെ കടന്ന് ബഹളം വെച്ചിട്ടും ഉപദേശം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ പോയിരുന്ന് നിങ്ങൾ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ മകൻ്റെ പാപത്തിൻ്റെ കെട്ടഴിയും. മോനിക്ക പുണ്യവതിയുടെ കഥയോർത്ത് നോക്ക് സഹോദരങ്ങളെ. ആ അമ്മ 33 വർഷക്കാലം അഗസ്റ്റിൻ എന്ന് പറയുന്ന തൻ്റെ ഏക മകന്, തൻ്റെ മോന് വേണ്ടിയിട്ട് നിരന്തരം കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. പാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കാൻ അവൾ പോയത് മന്ത്രവാദത്തിൻ്റെ പക്കലേക്കല്ല, കൂടോത്രക്കാരുടെ പക്കലേക്കല്ല, പ്രവചനം നടത്തുന്നവരുടെ പക്കലേക്കല്ല, ദർശനക്കാരുടെ പക്കലേക്കല്ല, നീരാളിയുടെ പക്കലേക്കുമല്ല. ഇന്നിപ്പോൾ ജർമ്മൻകാർ നീരാളിയുടെ പിന്നാലെ പോകുന്നില്ലേ? അങ്ങനെ നീരാളിയുടെ പക്കലേക്കൊന്നും അല്ല ഈ അമ്മ പോയത്. നീരാളിയുടെ പക്കലേക്കൊന്നും പോയാലൊന്നും ആരും രക്ഷപ്പെടാൻ പോണില്ല. അതൊക്കെ കുറെ വികലമായ സങ്കല്പങ്ങളും കാഴ്ചകളും ചിന്തകളും അവിശ്വാസികളുടെ ഒരു നിരയും എന്ന് കൂട്ടിയാൽ മതി. എന്നാൽ മോനിക്ക പുണ്യവതി പോയത് യേശു ക്രിസ്തുവിൻ്റെ പക്കലേക്കാണ്, കുരിശിൻ്റെ പക്കലേക്കാണ്. കുരിശിലേക്ക് നോക്കിയിട്ട് മോനിക്ക പ്രാർത്ഥിച്ചു, എൻ്റെ മകൻ്റെ ഇന്നത്തെ പാപത്തിന്, എൻ്റെ മകൻ്റെ ഇന്നലത്തെ പാപത്തിന്, എൻ്റെ മകൻ്റെ എന്നേക്കുമുള്ള പാപത്തിന് നിന്റെ മുൻപിൽ ഞാനിതാ മുട്ടുകുത്തി നിൽക്കുന്നു. നിന്റെ മുൻപിൽ ഇതാ ഞാൻ ഹൃദയം ഭേദിച്ച് നിൽക്കുന്നു. നിന്റെ മുൻപിൽ ഇതാ നിന്റെ കുരിശോട് ചേർന്ന് നിൽക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ രക്തം കൊണ്ട് എൻ്റെ മകനെ കഴുകണമേ. എൻ്റെ കർത്താവേ, നിന്റെ രക്തം കൊണ്ട് എൻ്റെ മകൻ്റെ കറകൾ നീക്കണമേ. പാപത്തിൻ്റെ ബന്ധനം ഇല്ലാതാക്കണമേ. പൈശാചിക പീഡകൾ തീർത്തു തരണമേ. ജഡിക വാസനകൾ അവസാനിപ്പിച്ചു തരണമേ. അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ പ്രാർത്ഥന ഇതാ മോൻ്റെ കെട്ടുകൾ അഴിയുക. നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് പാടാറുണ്ടല്ലോ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. ആ സരസമായിട്ട് പാടിയ നല്ല രസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതാ സംഭവിക്കുന്നത്. മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ പാപങ്ങൾ കണ്ടിട്ട്, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ മറ്റു കൂടെയുള്ളവരുടെ പാപങ്ങൾ കണ്ടിട്ട് പിറുപിറുത്തിട്ടും കുറ്റം പറഞ്ഞിട്ടും പിരാകിയിട്ടും ഒന്നും ഒരു നന്മയും കിട്ടാനില്ല. മറിച്ച് ദൈവസന്നിധിയിൽ ഈ വ്യക്തികളുടെ പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കുമ്പോൾ, പരിഹാരം ചോദിക്കുമ്പോൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ കടന്നു വരും. ദൈവത്തിൻ്റെ ചൈതന്യം ആ സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഇതാ വലയം ചെയ്യും. ദൈവാത്മാവാകുന്ന തീ ജ്വാലയിൽ അഴിയാത്ത ഒരു കെട്ടുമില്ല. സാംസന്റെ കഥ ഓർത്ത് നോക്ക് സഹോദരങ്ങളെ. സാംസനെ ഇതാ ചണനൂല് കൊണ്ട് ചുറ്റിക്കെട്ടി ഭീമമായ തൂണിമേൽ കെട്ടിയിട്ടു. സാംസൻ ഇതാ എന്ത് ചെയ്തു? ദൈവാത്മാവ് അവനെ വലയം ചെയ്ത് നിന്നപ്പോൾ, കർത്താവിൻ്റെ ആത്മാവ് ശക്തിയായി അവനിൽ ആവസിച്ചപ്പോൾ അത്ര വലിയ കെട്ടുകളെ മുഴുവൻ, ചണനൂലുവിനെ മുഴുവൻ തകർത്തുകൊണ്ട് സാംസൺ പുറത്തു വരികയാണ്. അതും മന്ത്രവാദമല്ല, കൂടോത്രമല്ല. ഗോലിയാത്തിന്റെ കഥയോർത്ത് നോക്ക്. ദാവീദിന്റെ കഥ, ദാവീദ് ഗോലിയാത്തിന് നേരിട്ട കഥ. ആത്മാവ് ഇറങ്ങുന്നത് തപസ് കലർന്ന പ്രാർത്ഥനയിലാണ്. ആത്മാവ് ഇറങ്ങുന്നത് ദൈവത്തിൽ അതിശക്തമായ വിധം ആശ്രയം വെച്ച് പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ആ ആത്മശക്തിയാലാണ് പാപത്തിൻ്റെ കറകൾ തീർന്നു പോവുക, പാപത്തിൻ്റെ കെട്ടുകൾ അഴിയുക. പൂർവികരുടെ ശാപം പറഞ്ഞ് പ്രാകാനുള്ളതല്ല ഈ ജീവിതം.
മറിച്ച് പൂർവികരുടെ പ്രശ്നമല്ല ഇന്ന് നമ്മെ അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പാവമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ പാവമാണ്. നമ്മൾ ഏറ്റെടുക്കണം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം. വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ലൈഫ്, വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ കമ്മ്യൂണിറ്റി, വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ഫാമിലി. ആ കാര്യം മറക്കരുത്. പൂർവികരുടെയും അവരുടെ അയൽവാസികളുടെയും അവരുടെ ഇവരുടെയൊക്കെ മന്ത്രവാദം കൊണ്ടാണ്, പാപം കൊണ്ടാണ്, ശാപം കൊണ്ടാണ് എത്ര എളുപ്പമാണ് രക്ഷപ്പെടാൻ ജീവിതത്തിൽ. കർത്താവ് ആഗ്രഹിക്കുന്നതല്ല. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വത്തിൽ ഉറച്ചു നിന്നിട്ട് കർത്താവിൻ്റെ ശക്തിയിൽ ശരണപ്പെട്ടിട്ട് ബന്ധനമഴിയുവാനും കെട്ടുകൾ അഴിയുവാനും പ്രാർത്ഥിക്കുമ്പോൾ ഇതാ നമുക്ക് കൃപയുടെ നീർച്ചാൽ ഒഴുകി ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവ് പറയുന്നു, വചനം ഓർത്ത് നോക്കിയേ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം പ്രാർത്ഥിക്കുക. കർത്താവ് പറയുകയാണ്, സാക്ഷികളുടെ ഒരു വൻനിര തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളതിനാൽ നിങ്ങളെ അലട്ടുന്ന പാപവും ഭാരവും നീക്കിക്കളയുക. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി പൂർത്തിയാക്കാം. നമ്മുടെ വിശ്വാസത്തിന് നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കുവിൻ. ആ ക്രിസ്തുവിനെ ചിന്തിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ കർത്താവ് പറയുന്നു, നമ്മെ അലട്ടുന്ന പാപവും ഭാരവും നീക്കിക്കളയുക. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കും, ഇതാ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിന്നെ സമസ്ത പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും നിയമത്തിൻ്റെയും കെട്ടിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളിലാണ് നമ്മൾ ശക്തി ആർജിക്കേണ്ടത്. നമ്മൾ സമൂഹത്തിൽ ഓരോ സിസ്റ്റേഴ്സും ഓരോ ബ്രദേഴ്സും ഓരോ അപ്പനും അമ്മയും സമൂഹത്തിലും കുടുംബത്തിലും ഇതാ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറണം. പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറണം. പാപത്തിൻ്റെ കെട്ടുകളെ സധൈര്യം ക്രിസ്തുവിൽ സധൈര്യം അടിച്ചു മാറ്റുന്ന ദൈവത്തിൻ്റെ മക്കളായി മാറണം. നമ്മൾ ഓർക്കണം, നാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ഉടമ്പടിയുടെ മക്കളാണ് നമ്മൾ. അത് മറക്കരുത്. നമ്മൾ നിസ്സാരരല്ല. നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതും മാമോദീസ എന്ന കൃദാശ സ്വീകരിക്കുന്ന നിമിഷം മുതൽ ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഈ ദൈവഭവനത്തിലെ അംഗങ്ങളാണ് എങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ കൃപ നമ്മോടൊപ്പം വസിക്കുന്നുണ്ട്. ഈ സത്യം അനുസ്മരിച്ചുകൊണ്ട് വേണം നാം ജീവിത മണ്ഡലങ്ങളിൽ വ്യാപരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ അർപ്പണ സമയത്ത് അതിപ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ വന്ന കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന. അപ്പോൾ ദൈവജനം മുഴുവൻ പ്രത്യുത്തരിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ, കുറ്റങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. ഈ പ്രാർത്ഥനയുടെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അൾത്താരയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ തിരുമുഖം ദർശിക്കുകയാണ്. ആ തിരുമുഖം ദർശിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് അനുരഞ്ജനത്തിൻ്റെ വക്താക്കളായി മാറുന്ന നിമിഷമാണ്. കറകൾ നീക്കിക്കളയുന്ന ക്രിസ്തുവിനോട് ചേർന്ന് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന മക്കളായി മാറുകയാണ്. അത് കുർബാനയിൽ മാത്രം തീരേണ്ട ഒന്നല്ല. നമ്മൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പോലും ഒരുപക്ഷെ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ അപ്പൻ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യുക, എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുക, എൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, എൻ്റെ മക്കളുടെ പാപങ്ങളും കടങ്ങളും മായ്ച്ചു കളയണമേ. എൻ്റെ സമൂഹത്തിലെ അംഗങ്ങൾ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഓരോ അംഗങ്ങളെക്കുറിച്ചും പലരും പാപാവസ്ഥയിൽ കഴിയുന്നുണ്ടാവും.
അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടിലും വീട്ടിലും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, വിറുപിറുത്തിട്ടും കാര്യമില്ല. മറിച്ച് കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നാം ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കടന്നു വരും. ജഡത്തിൻ്റെ ബന്ധനങ്ങൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ അവിടെ നിന്ന് നീക്കിക്കളയും. അപ്പോൾ ഒരു അയോഗ്യത അവബോധം നമുക്കുടെ ഉള്ളിൽ എന്നും ഉണ്ടാകണം. അതിനുശേഷം 51 സങ്കീർത്തനം ദാവീദിനെ പോലെ നമുക്കും പറയാൻ പറ്റണം, കർത്താവേ, ഞാൻ പാപിയാകുന്നു. കർത്താവേ, ഞാൻ നിന്റെ മുൻപിലും സ്വർഗത്തിനെതിരെ, ധൂർത്തപുത്രൻ പറഞ്ഞില്ലേ, സ്വർഗത്തിനെതിരെ, അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു പോയി. ഞങ്ങളെ കഴുകണമേ, എന്നെ മകനായി സ്വീകരിക്കേണ്ട ദാസനായി സ്വീകരിക്കണമേ. അതുപോലെ ദാവീദ് പറയുന്ന ഇതാണ്, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് ഒത്ത വിധം എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യങ്ങൾ നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. ഞാൻ എപ്പോഴും എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്ക് മാത്രമെതിരായി ദൈവമേ, ഞാൻ പാപം ചെയ്തു പോയി. സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ വിശുദ്ധീകരിക്കണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദാവീദിനെ പോലെ, ധൂർത്തപുത്രനെ പോലെ നാം അയോഗ്യത അവബോധം ഏറ്റുവാങ്ങി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹപൂർണമായി മാറും. മാത്രമല്ല, അവിടെ പരിമളം പരത്തുകയും ചെയ്യുന്നവരായി മാറാം. അതാണ് നമ്മൾ കാണുന്നത്. കുർബാനയിൽ ധൂപാർച്ചന സമയം ഇതാ വൈദികൻ ഇങ്ങനെ കൈപിടിച്ചിട്ട്, അപ്പോൾ ധൂപിക്കുന്ന ആൾ ധൂപിച്ചുകൊണ്ടിരിക്കും. വൈദികൻ ഇങ്ങനെ കൈപിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ പാവങ്ങൾ എന്നിൽ നിന്ന് മായ്ച്ചു കളയണമേ. എന്നെ സുഗന്ധപൂരിതനാക്കണമേ. കർത്താവേ, ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതനാക്കണമേ. കർത്താവേ, ഈ അൾത്താര വസ്തുക്കളെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, ഈ ജനങ്ങളെ സുഗന്ധപൂരിതമാക്കണമേ. അപ്പോൾ എന്തോ കുർബാനയിൽ നടക്കുന്നത്? പാപം മായ്ച്ചു കളഞ്ഞ് നമ്മെ നിർമ്മലരാക്കുക വിശുദ്ധ കുർബാനയിലൂടെ സഭ ചെയ്യുന്നത്, യേശു ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ സമൂഹത്തിൽ, കുടുംബത്തിൽ പാപത്തിന് പരിഹാരം അനുഷ്ഠിച്ച്, അപ്പോഴാണ് ഈ ജീവിതാർത്ഥപൂർണ്ണമാവുക. പാപത്തിന് പരിഹാരം അനുഷ്ഠിച്ച് നമ്മുടെ കൂടെ വസിക്കുന്നവരെ, കൂടെ താമസിക്കുന്നവരെ ആത്മപൂരിതരാക്കി മാറ്റുവാൻ പരിശ്രമിക്കണം. സുഗന്ധപൂരിതരാക്കി മാറ്റാൻ പറ്റണം. പൗലോസിനെ പോലെ നമുക്കും പറയാൻ പറ്റണം, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കറകളും കടങ്ങളും നീക്കിക്കളയുന്ന, ലോകത്തിൻ്റെ പാപങ്ങളും നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അങ്ങയുടെ പുനരുത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും മഹത്വത്തിലും ഞങ്ങൾ ആനന്ദിക്കുന്നു. ഞങ്ങൾ ആ വലിയ രഹസ്യത്തെ ധ്യാനിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ആ സ്വർഗീയ സന്തോഷം ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലും ഇടവക സമൂഹങ്ങളിലും സന്യാസ ഭവനങ്ങളിലും സമർത്ഥമായി ചൊരിയണമേ. ഞങ്ങൾ സ്വർഗീയ സന്തോഷത്തിൻ്റെ അടയാളങ്ങളായി ഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കടങ്ങളും കറകളും കഴുകി ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ദാസന്മാരുടെ കണ്ണുകൾ നാഥൻ്റെ നേർക്കുന്നതുപോലെ, ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കുന്നതുപോലെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സമൂഹം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അവിടുത്തെ തിരുരക്തത്തിൻ്റെ നീർച്ചാൽ പ്രവാഹം ഞങ്ങൾക്ക് നൽകിയാലും, ഞങ്ങളെ കഴുകിയാലും, വിശുദ്ധീകരിച്ചാലും, പവിത്രീകരിച്ചാലും, നിർമ്മലരാക്കിയാലും, അങ്ങയുടെ ഇടനെഞ്ചിൽ ചേർത്ത് വെച്ച് അവിടുത്തെ ദിവ്യസ്നേഹത്തിൻ്റെ പരിമളം കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കിയാലും ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന എന്നും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613.
Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.